റാഹീസ് റഷീദ്, വി കെ പ്രശാന്ത് എന്തുദ്ദേശിച്ചോ അത് നടന്നു ഇതിനകം തന്നെ. ആരും ഉറപ്പായും അങ്ങനെ പറയാം. രാഷ്ട്രീയ തീരുമാനമാണ് വി കെ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും CPIM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന കാര്യം പറയാം. ഇതിനകത്ത് വി കെ പ്രശാന്തിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് മാറ്റി കഴക്കൂട്ടത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് സജീവമായി തന്നെയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പൂഴിക്കടകൻ കാരണം അവിടെ വി കെ പ്രശാന്ത് അല്ലാതെ മറ്റാരും വന്നാൽ വിജയിക്കാൻ സാധ്യത കുറവുണ്ട് എന്ന ചർച്ചകളും പാർട്ടിക്കകത്തുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം നീക്കങ്ങൾ വി കെ പ്രശാന്തിന് മണ്ഡലത്തിൽ അല്ലെങ്കിൽ മണ്ഡലത്തിന് പുറത്തു പോലും CPIM-ന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വി കെ പ്രശാന്ത് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് വട്ടിയൂർക്കാവിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ CPIM-ൽ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല. പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് കുറച്ചുകൂടി ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ അർത്ഥത്തിൽ വി കെ പ്രശാന്ത് ഇപ്പോൾ എടുത്ത തീരുമാനം വട്ടിയൂർക്കാവിൽ തന്നെ വി കെ പ്രശാന്ത് വീണ്ടും മത്സരിക്കാൻ കൂടി സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ അരുൺ കമന്റിൽ വായിച്ചതുപോലെ ആയിരിക്കും പൊതുസമൂഹം ഇക്കാര്യം വിലയിരുത്തുക. കാരണം വാശി പിടിച്ച് അടിപിടി കൂടിയാൽ വി കെ പ്രശാന്തിനെ ഇവിടെ നിന്ന് മാറ്റാൻ നിയമപരമായി കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നതെങ്കിലും കഴിയില്ല. മാർച്ച് 31 വരെ എന്തായാലും അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല. കാരണം നിയമപരമായി അദ്ദേഹം കരാറുണ്ടാക്കിയിട്ടുണ്ട്, പണം അടച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വാശിക്ക് ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ ഓഫീസ് വൃത്തിയായി പ്രവർത്തിക്കണം. അവിടെ രാഷ്ട്രീയമായി BJP കൂട്ടം കൂടി ശ്രീലേഖയ്ക്കൊപ്പം ഇവിടെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ മാറുകയാണ് എന്ന മാന്യമായ ഒരു തീരുമാനം പ്രശാന്ത് എടുത്തതായിരിക്കും പൊതുസമൂഹം വിലയിരുത്തുക. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇതിന് BJP വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നു. ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടിയപ്പോഴേക്കും ഒരു MLA കുടിയൊഴിപ്പിച്ചോ, ദില്ലി മോഡൽ എന്നൊരു പ്രേക്ഷകൻ മറ്റൊന്ന് പറയുന്നു. ഇതെന്തായാലും ഈ വി കെ പ്രശാന്ത് അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതാണ് സംഭവം. ബഹുമാനപ്പെട്ട ശ്രീലേഖ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, പ്രൊഫഷണൽ ജീവിതത്തിലെ ചില രീതികളല്ല രാഷ്ട്രീയത്തിലുള്ളത്. കുറച്ചുകൂടി അതിൽ ഒരു അനുഭവ സമ്പത്തും പരിചയ സമ്പന്നതയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദം ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു മുൻതൂക്കം വി കെ പ്രശാന്തിന് കൊണ്ട് കൊടുത്തില്ലേ? അതും BJP-യുടെ ചെലവിൽ എന്ന് നാട്ടുകാർ പറയില്ലേ? അത് VV രാജേഷിനെ പോലുള്ള നേതാക്കന്മാരുടെ ഒന്ന് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ? മുതിർന്ന നേതാക്കളോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അവരും ഉപദേശിക്കുമല്ലോ. വേണ്ട, അത് ചിലപ്പോൾ തിരിച്ചടിയാകുമേ എന്നുള്ളത്. അപ്പോൾ തിരിച്ചടിയാകാൻ സാധ്യതയുള്ള നീക്കങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് ദീർഘദർശിത്വം ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ. അതിന് നമ്മൾ ഈ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒരു സംഭവം നടക്കത്തില്ല. അതാണ് ഇതിനകത്ത് പ്രശ്നം. മാഡം ഒന്ന് മനസ്സിലാക്കുമായിരിക്കും. എന്തായാലും മൊബൈൽ ഫോണും 2 കുട്ടികളും കഥ ഏറ്റില്ല.